ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഒന്നൊന്നര വീഡിയോ ആക്കാൻ പോവുകയാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ദിലീപിനെ കുറിച്ചിട്ടും പൾസർ സുനിയെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുത്തതൊന്നല്ല, ഇന്നലെ ഫുള്ള് സെർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അതിന് മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഒരുപാട് ലൂപ്പ് ഹോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് കല്യാണരാമിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഞാൻ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ഇതിന് വളരെ യോജിക്കുന്ന പാട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. ഓക്കെ. കരളിലെ മോഹം തളിരണിയാനായി അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ. ഓഹോ, എന്താണ് മനസ്സിലായത്? ഈ കല്യാണരാമൻ എന്ന് പറയുന്ന ഈ സിനിമയിൽ നമ്മുടെ ദിലീപ് ഇരുന്ന് കഥ പറയുന്നുണ്ട് അല്ലെ. ആ കഥ പറയുന്ന സമയത്ത് ഒരു പയ്യൻ, അവിടെ കുറെ പയ്യന്മാർ കുറെ ഗേൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിലൊരു പയ്യൻ പൾസർ സുനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് ആൾക്കാർ എടുത്തിട്ട് ഇളക്കുന്നത്. ദിലീപ് പണ്ട് മുതലേ പൾസർ സുനിയായിട്ട് ബന്ധം ഒരുമിച്ച് ജനിച്ചതാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ കല്യാണരാമനിലെ ഈ പയ്യൻ ഉണ്ടല്ലോ, നല്ലൊരു വീട്ടിൽ പിറന്ന ഒരു പയ്യനെയാണ് അവിടെ കാണിക്കുന്നത്. ഇവര് പൾസർ സുനിയുടെ ചെറുപ്പക്കാലാണെന്ന് പറഞ്ഞിട്ട് ആ പയ്യന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് കാണുക പയ്യനെ. അയ്യടാ, ഇത്രയും ഓമനത്തുന്നുള്ളത് ഈ മുഖാണോ പൾസർ സുനിയായിട്ട് തോന്നുന്നത്? ഇത് നല്ലൊരു അച്ഛനമ്മയെ വളർത്തിയ ഒരു പയ്യന്റെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് പൾസർ സുനിയുടെ മുഖാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് പൾസർ സുനിയാണെന്ന്? ഒരിക്കലും അല്ല. ഇനിയിപ്പോ അഥവാ ആണെങ്കിൽ ആണെങ്കിൽ അവിടെയാണ് കേട്ടോ ട്വിസ്റ്റ്. ആണെങ്കിൽ ദിലീപ് അല്ല അതിന്റെ പ്രൊഡ്യൂസർ. അതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? ലാലാണ് അതിന്റെ നിർമ്മാതാവ് അല്ലെ. അപ്പൊ ലാലിന്റെ കൂടെ ഇയാൾ പണ്ടേ മുതലേ ഉണ്ടായിരുന്നു എന്നാണല്ലോ അത് തെളിയിക്കുന്നത്. സത്യത്തിൽ അതല്ല കേട്ടോ. ഈ മുഖം കണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആണെങ്കിൽ ലാലിന്റെ ഒപ്പം പണ്ടേ മുതലേ ഉണ്ടായിരുന്നു ദിലീപ്. അപ്പൊ ഇനിയിപ്പോ നവ്യ നായർ ഒരു കുപ്പായം മേടിച്ചിട്ടു കേട്ടോ. കാരണം അടുത്ത മാഡം നവ്യ നായർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ സിനിമയിൽ അഭിനയിച്ച നടി ആരാണ്? നവ്യ നായരാണ് അല്ലേ. അപ്പോ നവ്യ നായരെ മാഡം ആക്കാൻ സാധ്യതയുണ്ട്. ഈ പയ്യനെ പൾസർ സുനി ആക്കിയിട്ടുണ്ടെങ്കിൽ നവ്യ നായർ അടുത്തത് മാഡമാകും. അതുകൊണ്ട് ഒരു കുപ്പായം മേടിച്ച് തയ്ച്ചിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലാൽ ലാൽ നിർമ്മാതാവും ഷാഫി എന്താണ് സംവിധായകനും ആയിരുന്നു തോന്നുന്നില്ല. നടൻ നമ്മുടെ ദിലീപും, നടി ഇതുമാണ്. അപ്പൊ പണ്ടേ മുതലേ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അങ്ങനെയാണ് ഇത് ഏൽപ്പിച്ചത് എന്നുള്ള ലെവലാണ് കേട്ടോ. ഇത് ആദ്യം പറയാ ആരായിരിക്കും ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്? പൾസർ സുനി ആയിരിക്കില്ല. ഞാൻ ദിലീപായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ദിലീപ് അന്ന് മുതലേ എന്റെ ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പൾസർ സുനിയാണ് പറയേണ്ടത് അല്ലേ. അത് പറഞ്ഞില്ല. ഇനിയിപ്പോ വേറൊരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മാർട്ടിൻ അതിജീവിതയുടെ പേര് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കേസ് നടക്കുന്നുണ്ട് കേട്ടോ. കേസ് നടക്കുന്നുണ്ട്. അപ്പൊ മാർട്ടിനെതിരെ പോലീസ് കേസാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിജീവിതയുടെ പേര് പറഞ്ഞവർക്കൊക്കെ പണി കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ലിങ്ക് ഷെയർ ചെയ്ത എല്ലാവർക്കും പണി കിട്ടുന്നത്. എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേരൊന്നും ഞാൻ വെളിവാക്കിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും അതിജീവിതയുടെ ഒപ്പാണ്. ഇത് ദിലീപിനെതിരെ തിരിക്കുന്നതാണ് നമ്മൾക്ക് ദേഷ്യം വരുന്നത്. ദിലീപിന് വെറുതെ വെച്ച് കിട്ടി കുറെ കള്ളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പോരാടുന്ന ആൾക്കാരാണ്. അതിജീവിതം അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. പൾസർ സുനി എന്ന ആ നരാധമനുണ്ടല്ലോ, അത് എനിക്ക് അവന്റെ വോയിസ് പോലും ഇഷ്ടാവുന്നില്ല. അവന്റെ ഫോട്ടോസോ വോയിസോ ഒന്നും ഇഷ്ടാവുന്നില്ല. അത്രയും നരാധമനാണ് അവൻ. അപ്പൊ ഈ പൾസർ സുനിയും അതിജീവിതയും പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത്. പ്രേമിച്ചത് അവർ ഉമ്മ വെക്കുന്നത് കണ്ടു, അവരൊരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു, ഇതൊക്കെ പറയുന്നു. അത് പേര് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ആ പേരിന്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ അത് സർക്കാർ ഇന്നലെ അതിഥിയായി വിളിച്ചപ്പോ നമ്മുടെ ഈ അതിജീവിത അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് 20 മിനിറ്റോളം ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ഈ വീഡിയോ എടുത്ത് കളയാൻ നോക്കാം. അത് മാത്രമല്ല അവർക്കെതിരെയൊക്കെ കേസെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പണി എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. നമുക്കൊന്നും വരില്ല. കാരണം നമ്മൾ ആ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോഴും മാനിക്കുന്നുണ്ട് ആ അതിജീവിതയെ. അങ്ങനെ ആ സിറ്റുവേഷനെ നമ്മൾ ഇപ്പോഴും മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ലാലിന്റെ ഒരു വോയിസ് നമുക്ക് കേട്ടുകൊണ്ട് അടുത്ത സംഭവത്തിലേക്ക് കടക്കാം. ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും ജനങ്ങൾക്കും. ജനങ്ങളെ സംശയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ എനിക്ക് തന്നെ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച് സന്തോഷത്തോടെ ഞങ്ങള് ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത് ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകില് ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകില് ആന്റോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾക്ക് ശത്രുതയുള്ള ഒരാളുടെ പേര് ഒന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു.
കണ്ടോ, ഇതിൽ ആരാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരാളുടെ പേര് പൾസർ സുനി പറയുകയാണെങ്കിൽ അയാളുടെ ജീവിതം തീർന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ ദിലീപിന് സംഭവിച്ചിരിക്കുന്നത്. ഈ പൾസർ സുനി എന്ന് പറയുന്ന നരാധമൻ ഈ ദിലീപിന്റെ പേര് പറഞ്ഞു. എന്തെങ്കിലും തെളിവ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് എന്തുണ്ടായി? ആ ദിലീപിന്റെ ജീവിതം തീർന്നു. ഇത് തന്നെയല്ലേ ദിലീപിന് സംഭവിച്ചിരിക്കുന്നത്. ഈ എത്ര അച്ചിട്ട പോലത്തെ വർത്തമാനമാണ് പറഞ്ഞത് അല്ലെ? എത്ര കാര്യമായിട്ടുള്ള കാര്യമാണത്. ശരിക്കും ഈ നമ്മൾ പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്നല്ല, ലാലിനെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. വെച്ചാൽ ലാലിന്റെ കാറാണല്ലോ, ലാലിന്റെ ഡ്രൈവർ ആണല്ലോ, അപ്പൊ ലാലിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നാണ്. ലാല് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് തെളിയിക്കല്ല ഇവിടെ ചെയ്യുന്നത്. എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം, എല്ലാവരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതെന്താ ചെയ്യാത്തത്? ഇതാണ് നമ്മൾ പറയുന്നത്. അല്ല അയാൾ കുറ്റക്കാരൻ തന്നെ, അയാൾ അത് ചെയ്തു എന്നല്ല. കുറെ തെളിവുകൾ അയാൾക്കെതിരെയുണ്ട്. അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്കെതിരെ ഉണ്ടെങ്കിലും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? അത് തന്നെ ചെയ്യണം. ഇനി നമുക്കൊരു വോയിസ്. പ്രധാനപ്പെട്ടത് പറയുന്നത്, ഇതിൽ കേസിൽ കോടതി ശിക്ഷിച്ച രണ്ടാം പ്രതി മാർട്ടിൻ, അദ്ദേഹം തന്റെ പേരടക്കം വെച്ചുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ കുടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റ് നടിമാരുടെയും സിനിമാ സംവിധായകന്റെയും അടക്കം പേരുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നത് തന്നെ KP ആക്ടിലെ 228 പ്രകാരം തന്നെ കുറ്റകൃത്യമാണ്. അതുപോലെ IT ആക്ടിലെ വിവിധ വകുപ്പുകളുണ്ട്, BNSലെ പുതിയ ആക്ടുകൾ അടക്കമുണ്ട്. അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്, രാഹുൽ ഈശ്വർ ഏതാണ്ട് 16 ദിവസം കോടതിയിൽ കിടന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനാണ്. സമാനമായ രീതിയിലാണ് ഇവരുടെ പേര്. ശരിയാണ്, ഇതൊക്കെ പറഞ്ഞത് ശരിയാണ്. ഇത്രയും മൃഗീയമായി ഇയാളിൽ നിന്ന് ഇത്രയും അനുഭവിച്ചിട്ട് വീണ്ടും ആ പെൺകുട്ടിയുടെ പേര് വലിച്ചയച്ച് അതിനെ വീണ്ടും വീണ്ടും കീറി മുറിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ ആരും അത് ചെയ്തിട്ടുമില്ല. അവൾക്കൊപ്പം നിൽക്കുന്നവർ ആരും ചെയ്തിട്ടില്ല. പക്ഷെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ അഭിനയിച്ച് നിൽക്കുന്നവർ അവളുടെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവളെ നല്ലത് പറയുന്നത്. അപ്പൊ അത് അവളെ ബാധിക്കുന്നില്ലേ? അവളെ ഫോട്ടോ ഇട്ടുകൊണ്ട് അവളെ കാര്യങ്ങൾ അവൾക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അതും അവളെ ബാധിക്കും. അവൾക്കൊപ്പം എന്ന് വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, അവൾക്കൊപ്പം നിൽക്കുക തന്നെ വേണം. അത് വിചാരിച്ച് ദിലീപിനെ പോയിട്ട് തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികെട്ട കുറെ ജന്മങ്ങൾ ഇവിടെയുണ്ട്. ഇനി ആ വൃത്തികെട്ട സൂനി ഉണ്ടല്ലോ, എനിക്ക് അവന്റെ വോയിസ് കേൾക്കുന്നതേ അറപ്പാണ് കേട്ടോ. അവനെ ഒന്ന് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ആ വോയിസ് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഭാവിയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്റെ മേഡം കാവ്യ തന്നെ, വേറെ ആരും. ഇവന്റെ വോയിസ് കേൾക്കുമ്പോൾ അടിക്കാൻ തോന്നുന്നില്ല. എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എന്റെ മേഡം കാവ്യ തന്നെ, ഓക്കെ, സംഭവം ശരി, കാവ്യ തന്നെ എന്ന് പറഞ്ഞു. ഇനി ഇവൻ പലപ്പോഴും പല വർത്തമാനം പറയുന്നു. ഇനി ഇവൻ നെക്സ്റ്റ് പറയുന്ന ഒരു സെന്റൻസ് നോക്കിക്കോട്ടെ. ഇവള് പെട്ടെന്ന് ചോദിച്ചു, ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളെ പറയരുതില്ല. ഇപ്പൊ നേരെ എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായോ? മറ്റേ മാഡം പറഞ്ഞു. അത് തന്നെ, അത് പറഞ്ഞു. ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി അന്ന് ഞാൻ ഒന്ന രീതിയിൽ കണ്ടില്ലേ? ആദ്യം അവൻ പറഞ്ഞു കാവ്യാണ് എന്റെ മേഡം എന്ന്. പിന്നെ ഇപ്പൊ പറയാം ദിലീപേട്ടന്റെ അടുത്തേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആണ് പെണ്ണാക്കിയതാണ്. ശരിക്കും അങ്ങനെ ഒരു മേഡം ഇല്ല, അതൊരു സാങ്കല്പികമാണെന്ന് പറയുന്നു. ഇവന് എന്താ വേണ്ടത്? ഇവ പലതരം വാക്ക് പറഞ്ഞ് ഇവന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ദിലീപിനെ ഇത്രയും ദ്രോഹിച്ചത്, 8.5 വർഷം ദ്രോഹിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ബുദ്ധിയും വിവരമൊക്കെ, നമ്മുടെ കേരള ജനത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിവേകമുള്ള ആൾക്കാരാണ് അല്ലെ, ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അല്ലെ, സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമ്മളെല്ലാവരും. എന്നിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായാലും മനസ്സിലാവും ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവന്റെ കഥ നമുക്ക് നിർത്താം. അടുത്തത് മതിൽ ചാടി നടന്ന ഒരു സംഭവമുണ്ട്. ഇവൻ മതിൽ ചാടി കടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇവിടേക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷ കടന്നു വരുന്നത് കാണാം. ഈ പെട്ടി ഓട്ടോറിക്ഷ ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക വീടിന് മുമ്പിൽ എത്തുമ്പോൾ അവിടെ വാഹനം നിൽക്കുന്നു. അവിടെ വാഹനം നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. അയാൾ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചതിന് ശേഷം മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു. CCTV ദൃശ്യങ്ങളായതുകൊണ്ട് നേരിയ ഒരു കാഴ്ചകളിൽ നേരിയ തടസ്സമുണ്ട് എങ്കിൽ പോലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. മതിൽ ചാടി അപ്പുറത്തേക്ക് പോകുന്നു. ഈ സമയം പെട്ടി ഓട്ടോ മുമ്പോട്ട് പോയതിനു ശേഷം റോഡിൽ നിന്ന് വളരെ ദൂരേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം ഏതാണ്ട് 20 മിനിറ്റിന് ശേഷം ഏതാണ്ട് 12:49 തിരിച്ച് ഇതേ CCTV ദൃശ്യങ്ങളിൽ കാണാം ഒരാൾ കയ്യിൽ ചെരുപ്പ് ഊരി പിടിച്ചുകൊണ്ട് മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം. ഇതിനുശേഷം വീണ്ടും പെട്ടി ഓട്ടോറിക്ഷ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അയാൾ ഡ്രൈവിംഗ് സീറ്റിലുള്ള അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാൾ അപ്പുറത്തേക്ക് കയറുന്നു. മതിൽ ചാടി വന്നയാൾ ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നു. ഈ മതിൽ ചാടി കടന്നത് പൾസർ സുനി ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണികണ്ഠന്റെ മൊഴിയിൽ
മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത്. മണികണ്ഠന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഇവിടെ എത്തിയതിനു ശേഷം പൾസർ സുനി ഈ മതിൽ ചാടി ആരെയോ കാണാൻ പോയി. ആരെയാണ് കാണാൻ പോയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും മണികണ്ഠനോ ഒപ്പം ഉണ്ടായിരുന്ന വിജേഷനോ ഇല്ലായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം നേരം അവിടെ സുനി ചെലവഴിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് സുനി ഇവിടെ എത്തിയത്, ആരെയാണ് സുനി കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് വ്യക്തമല്ല. അത് വ്യക്തത വന്നിട്ടുണ്ട്. അത് മോഹൻലാലിന്റെ വീട്ടിലേക്ക് കേട്ടോ അവ എടുത്ത് ചാടിയത്. അവന്റെ സ്വഭാവം എന്ന് ആലോചിച്ച ഒരു വീട്ടിലേക്ക് കയറുന്നതാ കാണുന്നത്, ചെരുപ്പം കുരു പിടിച്ച് ചാടിയിട്ട്. അപ്പൊ ഇത് അന്ന് വിചാരിച്ചു ഗൂഢാലോചനയാണെന്ന്, പക്ഷെ അത് പ്രണവിനെ കാണാൻ വേണ്ടി ചെന്നതാണ് ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ന ഫിലിം ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ജോബ് കിട്ടുക, ഗോവയിലാന്ന് തോന്നുന്നു ആ ഷൂട്ട് നടന്നിരുന്നത്. അപ്പൊ അതിലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ചെന്നതാണ്. മര്യാദയ്ക്ക് വിളിച്ചും പറഞ്ഞിട്ടൊന്നല്ല ചെല്ലുന്നത്, ചാടിക്കടന്നു, മതിലൊക്കെ ചാടിക്കടന്ന് 20 മിനിറ്റോളം സംസാരിച്ച് പോന്നു എന്ന് പറയുന്നു. അത് വലിയ കാര്യമുള്ള, പിന്നീട് തെളിഞ്ഞു. പക്ഷെ അന്ന് ഈ സംശയത്തിന് മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് ഇവ എങ്ങനെയൊക്കെ ചെയ്തു, പൾസർ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ അതെല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇനി ദിലീപിന്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാട്ടോ. വിഷ്ണു അങ്ങനെയാണോ വിളിച്ചത്? ഇല്ല, ഞാൻ ഇവരാരുമായിട്ട് സംസാരിച്ചില്ല. എന്നിലേക്ക് ഇവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇവർ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നാദർശനെ വിളിച്ചതും അതുപോലെ എന്റെ കൂടെയുള്ള ആളായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആരെ എപ്പോ എങ്ങനെ വിളിച്ചു, എന്ത് പറഞ്ഞു എന്നൊക്കെ ഫുൾ ഡീറ്റെയില് അങ്ങ് കേട്ടിരുന്നില്ലേ? ഈ ഭീഷണി സംഭാഷണം അങ്ങ് കേട്ടിരുന്നില്ലേ? ഞാൻ തന്നെയാണ് ഈ ലെറ്റർ അയച്ചു എന്ന് പറയുന്ന കത്ത്, അതിന്റെ കോപ്പി എല്ലാം പോലീസിന് കൊടുത്തത് ഞാൻ തന്നെയാണ്. കാരണം ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട്. കാരണം ആർക്ക് ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാന്നൊരു അത് ശരിയല്ലല്ലോ. സിനിമയിൽ നാളെ ഇത് ആർക്കും സംഭവിക്കാം, അത് ശരിയല്ല. അല്ല, എന്താണ് നല്ല പ്രവണതയല്ല അത്. ഈ ഭീഷണി സംഭാഷണത്തിൽ ഈ വിഷ്ണു പറഞ്ഞത് എന്താണ്? അതായത് നാദിർ ഷാ പറഞ്ഞത് പ്രകാരം അങ്ങയുടെ പേര് പറയാതിരിക്കണമെങ്കിൽ 1.5 കോടി, അങ്ങയുടെ പേര് പറയാൻ 2 കോടി രൂപ മറ്റുള്ളവർ നൽകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ബോധ്യപ്പെട്ടിരുന്നോ ശ്രീ? അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങയുടെ പേര് പറയാൻ 2 കോടി ഈ പൾസർ സുനിക്ക് ഓഫർ ചെയ്യുന്ന ആരാണ് ദിലീപ്? അത് എനിക്കറിയോ, ഞാനെങ്ങനെ അറിയാതെ അതൊക്കെ പോലീസിനെയാണ്. അല്ല, സംഭാഷണത്തിൽ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നില്ല പേരുകൾ? എന്തോ ഈ സംഭാഷണത്തിൽ ഈ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നില്ല പേരുകൾ? സംഭാഷണത്തിൽ അവരവരുടെ പേരൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡിംഗിലുണ്ട്. പക്ഷെ അതൊക്കെ പോലീസിന്റെ ചുമതലയാണല്ലോ. അത് അല്ല, അങ്ങയുടെ പേര് ഇത്രമേൽ വലിച്ചൊഴിക്കപ്പെടുമ്പോൾ പൂർണ്ണമായും അങ്ങക്ക് സ്വാതന്ത്ര്യമുണ്ട് സാർ ആ പേരുകൾ വെളിപ്പെടുത്താൻ. അല്ലല്ല, ഞാനായിട്ട് അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല. കാരണം ഞാൻ ഇതിനകത്തൊന്നും ഈ ബ്ലാക്ക് മെയിലിലൊന്നും അങ്ങനെ ഇതാവുന്നതാണെന്നില്ല. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നു. ഹാഷ്മി ആയിട്ടാണ് സംസാരിച്ചിരുന്നത്, ന്യൂസ് അവതാരകനാണ്. അപ്പൊ ആ ഹാഷ്മിയും ദിലീപും കൂടി സംസാരിച്ചതാണ്. ഇതൊരാള് വിഷ്ണു എന്ന പേരിലുള്ള പയ്യൻ ജയിലിൽ നിന്ന് വിളിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ജയിലിൽ നിന്ന് കത്ത് എഴുതാൻ വിളിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതേപോലെ തന്നെ നാദിർഷയും പറയുന്നുണ്ട്. ആ വോയിസ് കൂടി നമുക്ക് കേട്ട് പറയാം. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ഞാൻ എടപ്പള്ളിയിലാണ് വീട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ആളാണ്? അപ്പോൾ ഇല്ല, ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള, ഞാൻ ഈ സുനീനെ എനിക്കറിയാം, അതിൻ്റെ പേര് സുനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ഞാനാണ് നൽകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് പുള്ളി നിരപരാധിയാണെങ്കിലും പക്ഷെ പുള്ളിയുടെ പേര് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആദ്യ സമയത്തൊന്നും ഇതല്ലെങ്കിലും അകത്തായതിനു ശേഷം ദിലീപിൻ്റെ പേര് സ്പ്രെഡായി. ഇങ്ങനെ ദിലീപിൻ്റെ ഒരു ഊഹാപോഹം ദിലീപാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ പേര്. അപ്പം ഞാൻ പറഞ്ഞ ആരാണ് ഈ പറയണതെന്ന് ചോദിച്ചു. അല്ല ചേട്ടാ, അത് അവസാനം നിർബന്ധിച്ചിട്ട് ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ പറഞ്ഞതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞ പേരുകൾ, ആ പേര് പറഞ്ഞ സംഭവങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് നമ്മളിപ്പോൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണത്. ഞാൻ പറയുകയാണെങ്കിൽ ഈ പേരുകളൊക്കെ നിങ്ങൾ വെളിപ്പെടുത്തണം. നാദിർഷയും ദിലീപും ഈ പേരുകളൊക്കെ വെളിപ്പെടുത്തണം. നിങ്ങളുടെ പേരുകളൊക്കെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങളും അവരെ പേരുകൾ വെളിപ്പെടുത്തണം. ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ ആരൊക്കെയാണ് ഇത്. എന്നിട്ട് പോലീസ് ഒന്ന് തെളിയിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ പുറത്തുവിടാതിരിക്കുന്നത്? ഇത് ഇവര് പറഞ്ഞു കേൾക്കുമ്പോൾ പൾസർ സുനി അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണ്, 1.5 കോടി ദിലീപ് കൊടുത്തില്ല എങ്കിൽ ദിലീപിന്റെ പേര് പറയുമെന്നാണ്.
ഇനി ദിലീപിന്റെ പേര് പറഞ്ഞ 2 കോടി കൊടുക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. അത് പ്രൊഡ്യൂസേഴ്സിന്റെ, നടന്മാരുണ്ട്, നടിമാരുണ്ട്, സംവിധായകരുണ്ട്, ഇവരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇനി ഇവരെ പേര് വെളിച്ചത്താക്കണമെങ്കിൽ മലയാള സിനിമ തന്നെ ഒരു ഭാഗം നിന്ന് പോകുമെന്ന് പറയുന്നു. അത്രയും വമ്പന്മാരാണ്, ഒരു സെറ്റ് മുഴുവനാണ് ആ പറയുന്നത് അല്ലെ. ആ വമ്പന്മാരെല്ലാവരും കൂടിയിട്ട് ദിലീപിനെ തകർക്കാൻ വേണ്ടി നോക്കുകയായിരിക്കാം, സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ പേരുകളും വെളിച്ചത്താക്കിയിട്ട് അത് എങ്ങനെ ഇവരും വായ്മൊഴിയായിട്ട് പറയുന്നു, അവരും വായ്മൊഴിയായിട്ട് പറയുന്നു. പക്ഷെ പൾസർ സുനി പറഞ്ഞ വാക്കുകൾ മാത്രം എല്ലാവരും വിശ്വസിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യിക്കുന്നു. അത് വലിയ വമ്പന്മാരുടെ, വലിയ മാഫിയയുടെ ഒരു പ്രതിഫലനമാണ് എന്ന് തന്നെ നമുക്കിതിൽ പറയാം അല്ലേ. ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ശരിക്കും. നമ്മള് ശരിക്കും കഥ അറിയാതെ ആട്ടം ആടരുത് ജനങ്ങളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സത്യങ്ങൾ കോടതി തെളിയിച്ചതാണ് സത്യങ്ങൾ. ഇവർക്ക് ആർക്കും ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലെ. പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തടത്തോളം ദിലീപ് കുറ്റക്കാരനല്ല. 8.5 വർഷം അനുഭവിപ്പിച്ചത് പോരെ, ഇനി നമ്മളും കൂടി അനുഭവിപ്പിക്കല്ലേ. ഇനി കോടതി തെളിയിക്കട്ടെ, സുപ്രീം കോടതിക്ക് പോകട്ടെ, CBI വരട്ടെ. ഇനി ദിലീപ് നുണപരിശോധനയ്ക്ക് തയ്യാറാക്കൂ എന്ന് പറയുന്നുണ്ട്. ഇവർ എന്തുകൊണ്ട് ഒരു കുറ്റം ചെയ്ത ആള് എന്നെ പരിശോധനയ്ക്ക് തയ്യാറാക്കൂ എന്ന് പറയൂ, തെളിയില്ലേ. അപ്പൊ അത്രയും പറയുന്ന ഒരു വ്യക്തിനെ ഇട്ടത് എന്തിനാണ് ഇങ്ങനെ വലിക്കുന്നത് ഇട്ടിട്ട്. അയാളെ നുണപരിശോധനയ്ക്ക് തയ്യാറാക്കട്ടെ, എന്നിട്ട് അയാള് പറയട്ടെ. നുണപരിശോധന ശാസ്ത്രീയമായ തെളിവാണത്. ആ തെളിവിന് ഇയാള് വിധേയനാവാൻ സാധ്യത ഇയാൾ തന്നെ പറയുന്നുണ്ട്. നമ്മൾ സ്വയം വിധേയനാകണം അല്ലെ. അങ്ങനെ എന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിധേയനാക്കി കഴിഞ്ഞാൽ ഇയാൾ തെളിയല്ലോ. അപ്പൊ പിന്നെ എന്താ, ഇയാൾ കുറ്റക്കാരനല്ലെന്ന് വേഗം തെളിയുമല്ലോ. അപ്പൊ പോലീസിന് അതിന് യാതൊരു റോളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതില് പിന്നിൽ നിൽക്കുന്ന ആൾക്കാര് വലിയ ഗൂഢതന്ത്രങ്ങൾ തീരുമാനിച്ചിട്ടായിരിക്കാം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കിത് മനസ്സിലാവും.